ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിതാ ഇപ്പോൾ ഉള്ളത് ഡെസേർട്ടിലാണ് കേട്ടോ. നമ്മളൊരു ചെറിയൊരു ക്യാമ്പിങ്ങുമായിട്ട് വന്നതാണ്. ജോസ് ബ്രോ, എൻ്റെ ഒരു ഫ്രണ്ടാണ് ജോസ് ബ്രോ. അപ്പോൾ ജബലലിയിലാണ് ജോസ് ബ്രോയുടെ വീട്. അപ്പോൾ ഞാൻ ഇന്നലെ ആ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തെത്തിയപ്പോൾ പുള്ളിനെ വിളിച്ചു. പുള്ളി അപ്പോഴത്തേക്ക് ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ രാത്രി ചെറിയൊരു ക്യാമ്പിങ് തൊട്ടടുത്ത് തന്നെ ഡെസേർട്ടുണ്ട്, അവിടെ തന്നെ ഒരു ക്യാമ്പിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ഫ്രണ്ട് ജിജിൻ ബ്രോ ആയിട്ട് ഞങ്ങളിവിടെ വന്നതാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡെല്ലാം കഴിച്ച് ഇവിടെ തന്നെ കിടന്നിറങ്ങി. നല്ല മഞ്ഞാണ്, ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു. മഞ്ഞ് ഇതുണ്ടോ നിങ്ങൾക്ക് കാണാം, കാലാവസ്ഥ അടിപൊളി മഞ്ഞാണ്. പുള്ളിയുടെ വണ്ടി കിടക്കുന്നത്, ജിജിൻ ബ്രോ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ രാവിലെ 7 മണിയായി ഞങ്ങൾ എണീച്ച് പോകാൻ വേണ്ടി തുടങ്ങണം. കാരണം തിങ്കളാഴ്ചയാണ്, അവർക്ക് ഓഫീസിൽ പോകേണ്ട ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടി തുടങ്ങണം. നമുക്ക് ഞാൻ ജസ്റ്റ് അവരൊന്ന് കാണിച്ചു തരാം, പരിചയപ്പെടുത്തി തരാം. ജോസ് ബ്രോ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ജോസ് ബ്രോയുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഡെസേർട്ട് പോയപ്പോൾ ഇതാണ് നമ്മുടെ ജോസ് ബ്രോ. ഇതാണ് ജിജിൻ ബ്രോ. നാട്ടിലെവിടെ ജിജിൻ ബ്രോ? നാട്ടിൽ പന്തളം. ഓക്കെ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പിങ്? അടിപൊളിയായിരുന്നു. ജോസ് ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? അതെ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്ര മഞ്ഞ് ഞാൻ വിചാരിച്ചില്ല, ഇത്ര മഞ്ഞ് രാവിലെ ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും അടിപൊളി ക്യാമ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം റെഡി വൃത്തിയാക്കി ഞങ്ങൾ ഇവിടുന്ന് എല്ലാം പോകാൻ തുടങ്ങുകയാണ്. എത്ര കിലോമീറ്റർ ഉണ്ട് ബ്രോ നമുക്കിനി പോകാൻ? ഒരു 20 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞ് നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ എത്തും, ജബലലി മെട്രോ സ്റ്റേഷനിലെ ആ ഏരിയയിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് മെല്ലെ പോവാം. ഇനി ഒരിക്കലും എന്തായാലും ഞാനിവിടെ വരും, ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ. നല്ല സ്പോട്ട്. ഇവിടുന്ന് അങ്ങോട്ടായാലും കുറേ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഒന്നും കാണത്തില്ല, മഞ്ഞായതുകൊണ്ട്. മഞ്ഞ് മൊത്തം മൂടി കിടക്കായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. പക്ഷേ സംഭവം അടിപൊളി, നല്ല സ്പേസാണ്. ഉള്ളിൽ കുറച്ച് മെയിൻ റോഡിൽ നിന്നൊരു എന്താ പറയുക 5 മിനിറ്റ് പോലും ഇല്ല ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്തായാലും ബാക്കി കാര്യങ്ങൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളിത് രാവിലെ തന്നെ റോഡുകൾ ക്രോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 9:58. സൈഡിൽ രാവിലെ പോകുന്നിട്ട് പുള്ളി എന്നെ റോട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളി പോയതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ യാത്ര നിർത്തിയത് ജബലലി മെട്രോ സ്റ്റേഷനായിരുന്നു. അവിടെ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിനി ഇന്ന് ഒരു 25 കിലോമീറ്റർ കവർ ചെയ്ത് എത്താനാണുള്ളത്. ഓക്കെ, ജബലലി ഡൗൺ ടൗണിൽ അവിടെ എത്താനാണുള്ളത്. അപ്പോൾ അവിടേക്ക് ഇത്ര കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മുടെ രാവിലെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പുറത്തോട്ട് പോകുന്ന റോഡാണ് ഈ 11 റോഡ്. ഈ 11 അതാണ് നമ്മുടെ റോഡ്. അത് പിടിച്ച് അങ്ങനെ പോയാൽ മതി, നോ പ്രോബ്ലം. പക്ഷെ അവിടെയൊക്കെ വെള്ളം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുള്ളതാണ്. ഇന്ന് അപ്പുറത്തേക്ക് മാറിയാൽ ഞാൻ ആലോചിക്കുന്നത്. അപ്പുറത്തേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വെള്ളവും പ്രശ്നമൊന്നും കിട്ടത്തില്ല. ഇല്ല, അപ്പുറത്തേക്ക് മാറാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. മാറിയേക്കാം നമുക്ക്. ഹലോ ഭയ്യ, കൈസേ? പാവങ്ങൾ പണിയെടുക്കുന്നുണ്ട്. നമുക്കിതാ ഈ റൂട്ടിനാണ് നമ്മൾ ഇങ്ങനെ പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ 11 റോട്ടിൽ കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ശരിക്കും എനിക്ക് എൻ്റെ ഇത് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫോണ് ചാർജ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഗോപ്രോയിൽ ചാർജ് കുറവാണ്, 40% ചാർജ് ഉള്ളൂ. അപ്പോൾ പവർ ബാങ്കിലും കുറച്ച് ചാർജ് കുറവാണ്. ഇന്നലെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇന്നലെ നമ്മൾ ഡെസേർട്ടിലാണല്ലോ ക്യാമ്പ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ള ബാറ്ററി വെച്ചിട്ട് ഞാൻ അല്പമൊക്കെ എടുക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അധികം ഓണാക്കി പിടിച്ചതിന് ചിലപ്പോൾ ചാർജ് തീർന്നു. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. എവിടെയെങ്കിലും ഫുഡ് കഴിച്ച് കയറുമ്പോൾ ചാർജ് നമുക്ക് ചെയ്യാൻ നോ പ്രോബ്ലം. എന്താ പ്രശ്നം വെച്ചാൽ മൊത്തം വെള്ളമാണ്. കഴിഞ്ഞ ദിവസം മഴ പെയ്തതിൻ്റെ നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല റിസ്ക്കാണ്. അപ്പോൾ ഈ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ മൊത്തം വെള്ളമാണല്ലോ. നമ്മൾ എന്താ ചെയ്യുക? വെള്ളമാണ്, അതിലേ പോകാൻ പറ്റില്ല. ഇവിടെയും വെള്ളമാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ആകെ സീനാണല്ലോ. മൊത്തം വെള്ളമാണ്. നമുക്ക് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മൊത്തം വെള്ളം കെട്ടിക്കിടക്കുകയാണ്. നമുക്ക് നടന്നു പോകാൻ പറ്റില്ല. അപ്പുറത്തെ റോഡിലേക്കാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് പാസ് ചെയ്യാനും പറ്റില്ല. കാരണം നടുക്ക് മറ്റേ ബ്രിഡ്ജ് ഇട്ടുകൊണ്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല. മറ്റേ 6 വരിപ്പാതയല്ലേ, ഡേഞ്ചറാണ് അങ്ങനെ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മളിതാ ഇതിലേ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഇവിടെയാണ് വെള്ളം കെട്ടി കിടക്കുന്നത്. ഇവിടെ വെള്ളം കെട്ടി കിടക്കുന്നത് അവിടെ വരെ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പാത്ത് വഴി പോയി നോക്കാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും. നമ്മൾ രക്ഷിക്കാൻ എപ്പോഴും ഒരു വഴി ഉണ്ടാവുമല്ലോ, ആ ഒരു വഴിയാണ് ഇത്. മറ്റേത് പെരുവഴി, ഇത് നല്ല വഴി. അപ്പോൾ എന്തായാലും ഇതിൽ തന്നെ പോയി രക്ഷപ്പെടാം നമുക്ക്. യെസ്,
റോഡ് കിട്ടി. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഗോപ്രോയിൽ ചാർജ് കുറവ്, അതുകൊണ്ടാണേ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നടന്നത് മെട്രോയുടെ അടിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം പണി നടക്കുന്ന സ്ഥലങ്ങളാട്ടോ. അതുകൊണ്ട് നമുക്ക് റോഡുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വേണം പോകാൻ വേണ്ടിയിട്ട്. ഇത്തിരി റിസ്ക് ഉണ്ട് ഇപ്പോൾ ഇവിടുന്ന് പോകാൻ. അപ്പോൾ നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്യണം. കുറച്ച് നേരം ഞാനവിടെ റെസ്റ്റ് എടുത്തു. കാരണം ഈത്തപ്പഴമൊക്കെ തിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അതൊക്കെ ചെയ്ത് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പോലീസ് വണ്ടി പറഞ്ഞ അവിടെ കിടപ്പുണ്ട്. പോലീസ് ഇപ്പോൾ നമ്മൾ വിളിക്കുമായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. അറിയത്തില്ല എന്താവുന്നു. ചിലപ്പോൾ വിളിച്ചാൽ പോവാം നമുക്ക്, നോ പ്രോബ്ലം. അപ്പം എന്തൊക്കെയായാലും നമ്മൾ E11 റോഡിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. E11 റോഡിൽ E11 എന്ന് പറഞ്ഞാൽ ദുബായ് മുതൽ സൗദി വരെ ഫുൾ E11 റോഡാണ്. സ്ട്രെയിറ്റ് സൗദി അറേബ്യ വരെ E11 റോഡാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സമയം ഇപ്പോൾ 12:55 ആയിട്ടുണ്ട് കേട്ടോ. 12:55 ആയി. നമ്മൾ കാരണം ഞാൻ ഇപ്പോൾ ഈ വെയിലത്ത് നടക്കാൻ ഇപ്പോൾ വലിയ ചൂടില്ല കേട്ടോ. 12:55 ആയാലും വെയിലിന് തീരെ ചൂടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നടക്കാൻ ഇറങ്ങിയത്. ശരിക്കും നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണമെങ്കിൽ, പക്ഷെ വെയിലിന് വലിയ ചൂടില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കറക്റ്റ് ഇറങ്ങിയത്. ഇപ്പോൾ ഈ റോഡിൽ വണ്ടി വളരെ കുറവ്. അപ്പോൾ സൂക്ഷിച്ചാണ് നമ്മൾ ക്രോസ് ചെയ്യാൻ ഉണ്ടോ. നമ്മളിങ്ങനെ മെല്ലെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വേണം പോകാൻ. ടെൻഷനൊന്നും അടിക്കാതെ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ റൂട്ട്. എല്ലാം മെട്രോയുടെ അടി കൂടെ. E11 റോഡ് അതാ പോകുന്നു. എല്ലാം നമ്മൾ മെട്രോയുടെ അടി കൂടെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് ഗോപ്രോയിൽ ചാർജ് ചെയ്യാനായി. ഫോണിൽ കുറച്ച് ചാർജ് ഉള്ളൂ. പവർ ബാങ്ക് ഇന്നലെ ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എവിടെയെങ്കിലും ചാർജ് ചെയ്യണം ചാൻസ് കിട്ടിയാൽ. പിന്നെ ഇങ്ങനത്തെ ഹൈവേ റോഡ് ആയതുകൊണ്ട് സൈഡിൽ ഹോട്ടൽസോ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് പ്ലെയിൻ റോഡല്ലേ. അപ്പോൾ അത് നമുക്ക് നോക്കണം. എവിടെയെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റിയത് അതും ചാർജ് ചെയ്യണം. അങ്ങനെയൊക്കെ. സമയം ഇപ്പോൾ 1:06 ആയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതാ മെട്രോയുടെ ഇതാണ് മോളിൽ കൂടെ പോകുന്നത്. താഴെ ഞാൻ ഇരിക്കുക. ഇങ്ങനെ ഇവിടെ ഈ മാറ്റൊക്കെ വിരിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഞാൻ നിങ്ങളെ കുറച്ച് ആക്ടിവിറ്റീസ് കാണിച്ചിട്ട് ഞാൻ നടക്കുന്നതിൻ്റെ ഒരു ഇത് എൻ്റെ ഹെൽത്ത് ആപ്ലിക്കേഷൻസിൽ ഓട്ടോമാറ്റിക് റെക്കോർഡാവും ഐഫോണിൽ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ആക്ടിവിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റെപ്സ് കണ്ടോ. സ്റ്റെപ്സ് ഞാൻ വന്ന് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്താണ് നടന്നത്. 15,875 സ്റ്റെപ്പ്. പിന്നെ 28,000 സ്റ്റെപ്പ്. ഇത് ഏകദേശം 20 കിലോമീറ്ററിന് അടുത്തുണ്ട്. ഇത് 28,000 സ്റ്റെപ്പ് ഇന്നലെ നടന്നത് 20 കിലോമീറ്ററിന് അടുത്ത്. ഇപ്പോൾ ഇന്ന് 13,164 സ്റ്റെപ്പ്. അപ്പം ഏകദേശം ഒരു 9-10 കിലോമീറ്ററിന് അടുത്ത് ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 1:45 ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ആവറേജ് നമ്മൾ എത്ര നടന്നു, എത്രയാണ് ഇതായിട്ടുള്ളത്. ഇപ്പോൾ പണ്ട് ഞാൻ 2021 നടന്ന ഡാറ്റ വരെ ഇതിനകത്ത് സേവ്ഡാണ്. എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും. ആക്റ്റീവ് എനർജി, അതേപോലെ തന്നെ റെസ്റ്റിംഗ് എനർജി, കാലോറി, എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. വാക്കിംഗ്, റണ്ണിങ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്റ്റൻസ് ഉണ്ടോ 10.4 കിലോമീറ്റർ. ഇത് ഇന്നലത്തെ 22 കിലോമീറ്റർ. ഇത് മിനിഞ്ഞാത്തെ. അങ്ങനെ അപ്പോൾ എല്ലാ ഡാറ്റയും നമുക്ക് ഫോണിൽ തന്നെ ഓട്ടോമാറ്റിക് സേവ് ആവും. വാച്ച് കയ്യിലുള്ളതുകൊണ്ടും ഫോൺ കയ്യിലുള്ളതുകൊണ്ടും ഓട്ടോമാറ്റിക് റെക്കോർഡാവും. അപ്പോൾ നമുക്ക് ഇനി ഒരു 10-15 കിലോമീറ്റർ നടക്കാണ്ട്. ഇപ്പോൾ സമയം 2 മണിയായിട്ടും നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് സുഖമായിട്ട് നടന്ന് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. കുഴപ്പമൊന്നുമില്ല. നമ്മൾ നടന്നങ്ങനെ മെട്രോയുടെ ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി. UAE എക്സ്ചേഞ്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വിശന്നിട്ട് രക്ഷയില്ലായിരുന്നു. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ഗ്രോസറിയിൽ നിന്ന് ഒരു ബിരിയാണി കിട്ടി. അത് മേടിച്ച് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇത് ബിരിയാണി എൻ്റെ തണുത്തുറച്ചിരിക്കുന്നു. ഒരു ചൂടുമില്ല. ഞാൻ ചൂടാക്കാൻ പറഞ്ഞ ഒരു ചൂടാക്കിയത്, പക്ഷേ ചൂടായിട്ടില്ല. എന്ത് ചെയ്യാൻ? ഇനി എനിക്ക് അവിടെ തിരിച്ചു പോകാൻ വയ്യ. അതുകൊണ്ടാണ്. അപ്പം എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. തണുത്തുറച്ച് ബിരിയാണി. എന്തായാലും ഇതെങ്കിലും കിട്ടിയത് ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. വിശക്കുന്നുണ്ട് നല്ലോണം. കഴിക്കട്ടെ കേട്ടോ. നമ്മൾ ഇത് മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UAE എക്സ്ചേഞ്ച് ആണ്. മെട്രോയുടെ ഏറ്റവും ലാസ്റ്റ് മെട്രോ സ്റ്റേഷനാണ്. നമുക്കിനി അങ്ങോട്ട് മെട്രോ സ്റ്റേഷൻ ഇല്ല, കഴിഞ്ഞു. ഇനി നമുക്ക് E11 റോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകെയാണ് നമ്മൾ നടന്നു പോകാൻ വേണ്ടി പോകുന്നത്. ഇത് മരുഭൂമി തുടങ്ങിയതല്ല. ഇതൊരു ജഫ്സ ഏരിയ. ഇവിടെ വരെ വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, സൈഡിൽ കൂടെ, മതിലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് കയറിയതാണ്. ഇതൊക്കെ ഇവിടെ ഒരു സംഭവം പോലും ഇല്ല.
അപ്പോൾ ഇത് ഈ ഇങ്ങോട്ട് ഇതിൽ പോയി കഴിഞ്ഞാൽ നേരെ റോഡിലേക്ക് എത്തുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഫുള്ള് ചുറ്റി പോകണമായിരുന്നു. ഇതുണ്ടോ ആ പോണ റോഡാണ് നമ്മുടെ റോഡ് പിടിച്ച് വന്നതാ. ഇത് നമ്മളിങ്ങനെ നേരെ പോയി മെയിൻ റോഡിൽ കയറുന്നു, അവിടെ നിന്ന് അങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. ഓ ഇല്ല പെട്ടേനെ ഞാൻ. ചില സമയത്ത് കിളി പാറും. നമ്മുടെ ഇത്രയും ദൂരം നടന്നു വന്നിട്ട് നമ്മൾ തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ ആകെ ടാസ്ക് അല്ലേ, അതാണ് പ്രശ്നം. എന്തായാലും ഭാഗ്യം കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല, നമ്മൾ മുമ്പോട്ട് തന്നെ. ഇതൊരു ഫ്രീ സോൺ പോലെയാണ്. ഒത്തിരി വലിയ വലിയ കമ്പനികളുണ്ട്, ഇതുപോലെ തന്നെ അവരുടെ ബ്രാഞ്ചുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. വെയിൽ അങ്ങോട്ട് കുറയുന്നില്ല, മുഖത്തിങ്ങനെ അടിക്കുന്നുണ്ട് വെയിൽ. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് സൗദി റോഡിലാണ്, റിയാദ് ഈവൻ റോഡിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ നേരെ പോകുന്നത് നമ്മുടെ ഇന്ന് നമുക്ക് ഒരു സ്റ്റേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഷംസീർ അലി ബ്രോ അല്ലേ, ഫസ്റ്റ് ഞാൻ വീഡിയോ കാണിച്ച ബ്രോയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് പമ്പിൽ. അപ്പോൾ പമ്പിൽ ഇത് റെഡിയാക്കി തന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. കുറച്ച് ദൂരം നടക്കാണ്ട് നമുക്കത് ഇന്ന് എന്തായാലും കവർ ചെയ്യണം, കാരണം ഇന്ന് അവിടെ സ്റ്റേ. അപ്പം വേറെ ആരും നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കണം. നമുക്ക് അവിടെ പോയിട്ട് ഡയറക്റ്റ് ചെന്ന് സംസാരിച്ചാൽ മതിയല്ലോ. അപ്പം നമ്മൾ അങ്ങോട്ട് ഡയറക്റ്റ് പോകുന്നു. ഇനി 6 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇപ്പോൾ സമയം നോക്കിയാൽ 56 നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വെൽക്കം ടു അൽ വജഹ അൽ ബഹറിയ ഡിസ്ട്രിക്ട്. ശരിക്കും നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് നടക്കേണ്ടത്, പക്ഷേ എനിക്ക് അവിടെ റൗണ്ട് അബൌട്ടിൽ നിന്ന് അത് അവിടെ മൊത്തം വെള്ളമായതുകൊണ്ട് അതിൽ കയറാൻ പറ്റില്ല. പിന്നെ എനിക്ക് എക്സിറ്റേ കിട്ടുന്നില്ല, അപ്പുറത്തേക്ക് മാറാൻ ചാൻസേ കിട്ടുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്തേക്ക് എപ്പോഴേലും മാറണം, എന്നിട്ട് നടക്കാൻ പറ്റുള്ളൂ. കാരണം ഈ റോഡ് ഡേഞ്ചർ, എങ്ങനെ നടക്കാൻ പറ്റില്ല. കാലിനൊക്കെ ചെറിയ വേദന വന്ന് തുടങ്ങിയിട്ടുണ്ട്. വേദന വന്നാലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ മുട്ടിനും കാലിനൊക്കെ ചെറിയ വേദന വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഷൂസ് നല്ല ഷൂ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത്ര ദിവസം വേനല്ലാതെ. പിന്നെ വേദന വന്നു തുടങ്ങുമല്ലോ, കാരണം നമ്മൾ ഇത്രയും നാൾ നടന്നിട്ടില്ല. നടക്കുമ്പോൾ കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും, അതൊന്നും പ്രശ്നമില്ല. എന്ത് വേദന ഉണ്ട് നമ്മൾ തീർന്നിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. അപ്പം ചെറിയ വേദന ഒരു പ്രശ്നമില്ല കേട്ടോ, നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. അപ്പോൾ എന്തായാലും മുമ്പോട്ട് തന്നെ നമുക്കിനി 9 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇപ്പോൾ സമയം നോക്കി എത്രയായിരുന്നു, 6 മണിയായിട്ടുണ്ട് കേട്ടോ, 6 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 9 കിലോമീറ്റർ നടക്കാനുണ്ട്. എമറാത്ത് പമ്പാണ് ഈ കാണുന്നത്, എമറാത്ത് പമ്പിലേക്കുള്ള എൻട്രി അത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേ കിട്ടില്ല, നമുക്കിനി കിട്ടുക അട്നോക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അട്നോക്ക് നമുക്കിനി ഇവിടുന്ന് 9 കിലോമീറ്ററും കൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ വെച്ച് പിടിക്കാൻ പോവാണ് അട്നോക്കിലേക്ക്. ഓക്കെ, ചാർജ് തീരാനായി. ഗോപ്രോയിൽ 10% ഉള്ളൂ. ഫോണും തീരാൻ പോവാണ്. 2 ഫോണിലും പവർ ബാങ്കിനാണ് തീരെ ചാർജും ഇല്ല. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് അവിടെ എത്താൻ അമ്മ എടുക്കാം കേട്ടോ. ഗൈസ് ഇപ്പോൾ രാത്രി സമയം 7:08 ആയിട്ടുണ്ട്. ഞാനിതാ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് സ്റ്റേ തരേണ്ട പമ്പ് എത്താനായിട്ടുണ്ട്. നമ്മൾ അവിടെ ചോദിക്കാൻ വേണ്ടി പോവാണ് സ്റ്റേയുടെ കാര്യം. ഗൈസ് കാല് വേദന എടുക്കുന്നുണ്ട്, കുറച്ച് കൂടുതൽ നടന്നു. മാത്രമല്ല ഇന്ന് ഞാൻ നടന്നത് മുഴുവൻ ഈ റോട്ടിൽ കൂടെ അല്ല, ഇത് കല്ലുള്ള സ്ഥലത്തൂടെ നടന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വേദന ഉണ്ട് കാലിന്. പിന്നെ അത് മാത്രമല്ല എനിക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങാൻ പറ്റാതായിപ്പോയി, അതുകൊണ്ടാണ് പറ്റിയത്. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു.